ഹായ് എവരിവൺ, എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഇന്ന് ഞാൻ ഈ പുസ്തകം, അതായത് ഇത് കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു, കോൾ ടു ലീഡ് എന്നുള്ള പുസ്തകം. ഇത് വളരെ നല്ലൊരു പുസ്തകമാണ്. ചെറുതാണെങ്കിലും ലീഡർഷിപ്പിനെ കുറിച്ചുള്ളതാണ്. തിയോഡോർ വില്യംസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കൃതിയാണിത്. ഇതിൽ വളരെ എടുത്തു പറയുന്ന ചില കാര്യങ്ങളാണ് ദ മോഡൽ ലീഡർ. അതായത് യേശുക്രിസ്തുവിനെയാണ് അവരിവിടെ മോഡലായിട്ട് എടുത്തു പറയുന്നത്. എന്നാൽ നമ്മളുടെ ദൈനംദിന ജീവിതം എന്നല്ല, നമ്മളുടെ പൊതുപ്രവർത്തനമായാലും നമ്മൾ ഓരോ പോസ്റ്റിലിരിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ എന്ത് ഇതിലാണെങ്കിലും നമ്മൾ ഒരു ലീഡറായിട്ട് പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ്. ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവരുടെ മുൻപിൽ നമ്മളുടെ ജീവിതം കൊണ്ടൊരു മാതൃകയാക്കി അവർ നമ്മളെ ഫോളോ ചെയ്യുന്ന പോലെ ആക്കണമെന്നുള്ള ആ ഒരു വിഷയമാണ് എനിക്കിതിൽ നിന്നും മനസ്സിലായത്, മോഡൽ ലീഡർ എന്നുള്ളത്. അത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ 1 കൊരിന്ത്യൻസ് 11 അപ്പോസ്തലനായ പൗലൂസ് എടുത്ത് പറയുന്നുണ്ടല്ലോ, ദ അപ്പോസ്റ്റൽ പോൾ സെഡ്, ഫോളോ മൈ എക്സാമ്പിൾ ആസ് ഐ ഫോളോ ദ എക്സാമ്പിൾ ഓഫ് ക്രൈസ്റ്റ്. പൗലൂസ് ഉദാഹരണങ്ങൾ ഫോളോ ചെയ്യാമെന്ന് പൗലൂസ് വന്നിട്ട് യേശുവിനെ എങ്ങനെ അനുകരിച്ചു അതേപോലെ പൗലൂസിനെ അനുകരിക്കാൻ പറയുന്നു. നമ്മളുടെ കർത്താവായ യേശുക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുന്നുണ്ട്, ജോൺ 13:15 ഐ ഹാവ് സെറ്റ് യു ആൻ എക്സാമ്പിൾ ദാറ്റ് യു ഷുഡ് ഫോളോ. ഞാൻ നിങ്ങൾക്ക് ഒരു മാതൃക വെച്ചിരിക്കുന്നു നിങ്ങൾക്ക് ഫോളോ ചെയ്യുവാനായിട്ടെന്നുള്ളത്. അങ്ങനെ കർത്താവാണ് നമ്മളുടെ മോഡലായിരിക്കേണ്ടത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ എങ്ങനെയാണ് ഒരു ലീഡറെ അക്സെപ്റ്റ് ചെയ്യേണ്ടത്, അതിനെ ഫോളോ ചെയ്യേണ്ടതെന്നൊക്കെ എനിക്കറിയില്ല, എത്ര പ്രാവശ്യം നമ്മളത് പറഞ്ഞിട്ടുണ്ടെന്നറിയില്ല. എങ്കിലും ചില സമയത്ത് നമ്മൾ പറയും, മനുഷ്യരുടെ മുഖം നോക്കണ്ട, ദൈവത്തെങ്കിലേക്ക് നോക്കിയാൽ മതിയെന്ന്. അപ്പോഴും നമ്മളുടെ പ്രവർത്തനങ്ങൾ നമ്മൾ നോക്കാതിരിക്കുക എന്നുള്ളതല്ല, അതൊരു എക്സ്ക്യൂസായിട്ട് ഒരിക്കലാകാൻ പാടില്ല. പ്രത്യേകിച്ച് പറയുമ്പോൾ ഒരു ലീഡറായിരിക്കുന്ന ആൾ അതൊരു ഈസി എസ്കേപ്പായിട്ട് കാണാതെ, അതായത് എന്നെ നോക്കണ്ട, ഞാനെങ്ങനെ ജീവിക്കുന്നു നോക്കണ്ട, ദൈവത്തിലേക്ക് നോക്കിയാൽ മതി എന്നുള്ള ആ ഒരു രീതി എടുക്കാതെ നമ്മൾ തന്നെ നമ്മുടെ പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവർക്ക് മോഡലായും മാതൃകയായിട്ടൊക്കെ ഇരിക്കണം. ഒരു ഇത് പറയുകയാണെങ്കിൽ, ഒരിക്കൽ ഒരു പൈലറ്റ് പറഞ്ഞ ഒരു എക്സ്പീരിയൻസ് വായിക്കുവാനിടയായി. അതായത് ഏറ്റവും മോസ്റ്റ് ഡിഫിക്കൽട്ടായിട്ടുള്ള ലെസൺ പുതിയ പൈലറ്റുമാരെ പഠിപ്പിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചെന്നാൽ, അവർക്ക് വന്നിട്ട് ഷോർട്ട് ടൈമിൽ ഹസാഡസ് ആയിട്ടുള്ള ഒരു ലാൻഡിങ്, ഹസാഡസ് എയർ സ്ട്രിപ്പിൽ അത് പെട്ടെന്ന് അവരുടെ കണ്ണിൽ പെടാതെ ആ ഒരു ഷോർട്ട് ടൈമിലുള്ള ലാൻഡിങ് അത് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കാനായിട്ട് ഉള്ളതാണ് ഏറ്റവും ഡിഫിക്കൽട്ട് ക്ലാസ് എന്ന് പറയുന്നത്. അതായത് എല്ലാം സ്മൂത്തായിട്ടിരിക്കുമ്പോൾ ഒരു പ്രയാസമില്ല, ഒരു നല്ല അവരുടെ കണ്ണിൽ പെടുന്ന ഏറ്റവും നന്നായിട്ടുള്ള ആ ഒരു എയർവേ ലാൻഡിങ് സ്പേസ് ആയിരിക്കും. എന്നാൽ ഒരു എമർജൻസി വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടൈമിൽ പെട്ടെന്ന് ലാൻഡിങ് വരുന്ന സമയത്ത് അവരെങ്ങനെ ചെയ്യണം എന്നുള്ള അവരുടെ കണ്ണിന് അത് കാണുവാനായിട്ട് അതൊരു നല്ല സ്ട്രിപ്പായിട്ട് കാണാൻ, ആ ഹസാഡായിട്ടുള്ളത് തന്നെ ഏറ്റവും ബെറ്ററാക്കി എടുക്കുവാനായിട്ടുള്ള അവരുടെ ആ ഒരു എക്സ്പീരിയൻസാണ് ഏറ്റവും ഗ്രേറ്റ്. എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ ജീവിതത്തിൽ പ്രയാസങ്ങളൊക്കെയും വരും. നമ്മൾ ലീഡർഷിപ്പിൽ മുമ്പോട്ട് പോകുമ്പോൾ അത് ഏറ്റവും പ്രയാസകരമായിരിക്കും, പലരും ക്രിട്ടിസൈസ് ചെയ്തെന്നിരിക്കും. പക്ഷെങ്കിൽ നമ്മൾ കാണാറുണ്ട്, യേശുക്രിസ്തു മാതൃകയായിട്ട് തന്നെ ചില സമയങ്ങളിൽ മാറിയിരുന്ന് പ്രാർത്ഥിക്കുന്നതായിട്ടും അപ്പോൾ ഒരു ശിഷ്യന് കർത്താവിനോട് പറയുന്നത് നമ്മൾ വായിച്ചിട്ടുണ്ട്. അവർ കർത്താവെ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം 11:1 പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ കർത്താവ് പ്രാർത്ഥിക്കുന്ന കണ്ടു, അവർക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല. അപ്പോൾ അവർ ചോദിക്കുന്നത് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ എന്ന്. അങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായ നമ്മളുടെ ജീവിത എക്സ്പീരിയൻസസ് ആയിരിക്കണം മറ്റുള്ളവർക്ക് നമ്മളെ ഫോളോ ചെയ്യാനും മാതൃകയായിട്ടിരിക്കാനൊക്കെ സാധിക്കേണ്ടത്. പ്രത്യേകിച്ച് ഫോളോ എന്നുള്ള വാക്ക്
അത് നാം മുമ്പേ നടക്കുമ്പോൾ നമ്മളെ ഫോളോ ചെയ്യുന്നതാണല്ലോ. ഏതായാലും നല്ല ഒരു ലീഡറായിട്ട് ലീഡർഷിപ്പിൽ നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കട്ടെ. ഇന്നുള്ള എല്ലാ യുവജനങ്ങൾക്കും അതുപോലെ തന്നെ യുവജനങ്ങൾ മാത്രമല്ല മുതിർന്നവർക്കും എല്ലാവർക്കും നമ്മളുടെ ജീവിതം ഓരോ ദിവസവും ഓരോ പുതിയ ദിവസമായിട്ട് കണ്ടുകൊണ്ട് അതിൽ ലീഡറായി കുടുംബത്തായിരിക്കാം, അല്ലെങ്കിൽ സൊസൈറ്റിയിലായിരിക്കാം, അല്ലെങ്കിൽ ചർച്ചിലായിരിക്കാം, നമ്മളുടെ എവിടെയാണെങ്കിലും നമ്മൾ ഒരു ലീഡർഷിപ്പ് എടുത്ത് നമ്മുടെ ജീവിതത്തെ മറ്റുള്ളവർക്ക് മാതൃകയാക്കുന്നത് നന്നായിരിക്കും. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാം പ്ലീസ്.